ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അമ്മ കരയാതിരിക്കും. സത്യം പറഞ്ഞ വസുന്ധര മേഡത്തിനെ വിളിക്കാൻ എനിക്ക് പേടിയാ. അവരെന്താ പറയാൻ പോകുന്നെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. അമ്മ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. തൽക്കാലം എന്ത് പറഞ്ഞാലും അത് കേട്ടില്ലെന്ന് വിചാരിച്ചാ മതി. അമ്മ ഒന്ന് വിളിക്കേ. വിളിക്കണോ? വിളിക്കമ്മേ. മാഡം ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ പലതവണ കട്ട് ചെയ്തെന്നിരിക്കും. നിർത്തരുത്, വിളിച്ചുകൊണ്ടേയിരിക്കണം. ഇനിയും വിളിച്ച് അവരുടെ ദേഷ്യം കൂടത്തല്ലേ ഉള്ളൂ. ആദ്യം ദേഷ്യമൊക്കെ കൂടും. അതൊന്നും തണുപ്പിച്ചെടുക്കേണ്ടത് അമ്മയുടെ ഡ്യൂട്ടിയെ. വിളിക്ക്. വിളിക്കാം. കട്ട് ചെയ്തിട്ട് എന്തിനാ ഇങ്ങനെ ആവർത്തിച്ച് വിളിക്കുന്നത്? ഒരു മര്യാദയില്ലേ? അയ്യോ ദേഷ്യപ്പെടല്ലേ മാഡം, ഒരു അത്യാവശ്യ കാര്യം ആയതുകൊണ്ടല്ലേ വിളിച്ചത്. എന്ത് അത്യാവശ്യമായാലും എന്നെ വിളിക്കണ്ട. ഞാൻ ദേഷ്യപ്പെടുക തന്നെ ചെയ്യും. അത്തരം പണിയാണല്ലോ മോളിവിടെ ഒപ്പിച്ചിട്ട് പോയത്. കുപ്പത്തൊട്ടിയിൽ കിടന്ന നിന്റെ മോളെ ഞാൻ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവന്ന് കോടീശ്വരിയാക്കി വാഴിക്കാൻ നോക്കി. അതാ ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. ഇവിടുത്തെ ബംഗ്ലാവും പണവും സുഖ സൗകര്യങ്ങളും ഒക്കെ കണ്ടപ്പോ അവളങ്ങ് മതിമറന്നു. പ്രഗ്നന്റ് ആണെന്ന് എന്നോട് പോലും അവള് കള്ളം പറഞ്ഞു. നിന്റെ മോള് കാണിച്ച ചതിയുടെ പഴി പോലും ഇപ്പൊ എന്റെ തലയിലാ. ഞാൻ കൂടി അറിഞ്ഞുകൊണ്ട് കളിച്ച കളിയാണെന്നാ ഇവിടെ എല്ലാരും ഇപ്പൊ പറയുന്നത്. ഈ വീട്ടിൽ എനിക്കുണ്ടായിരുന്ന സർവ്വ അധികാരങ്ങളും നഷ്ടമായില്ലേ? ഞാൻ നാവൊന്ന് അനയ്ക്കാൻ 4 പാട് നിന്നും ആക്രമിക്കാൻ നിൽക്കിയ ആളുകള്. എല്ലാം നിന്റെ മോൾ ഒറ്റ ഒരുത്തി കാരണമാ. അതറിയോ നിനക്ക്? മാഡത്തിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. തെറ്റ് തന്നെയാ അവള് ചെയ്തത്. അതിന്റെ ശിക്ഷ അവളിപ്പോ അനുഭവിക്കുന്നുണ്ട്. ശിവാനിയെ അവളുടെ അച്ഛൻ ഇവിടെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക. മാഡം വിചാരിച്ചാലേ അവളെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റൂ. ആര് വിചാരിക്കണമെന്ന്? ഞാനോ? ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും കേട്ടോ. മര്യാദക്ക് ഫോൺ വെക്ക്. മാഡം മാഡം കട്ടിയില്ലേ? ശിവാനിയുടെ ഒരു സഹായത്തിന് മാഡം അല്ലാതെ വേറെ ആരാ ഉള്ളത്? എങ്ങനെയെങ്കിലും ശിവാനിയെ തിരിച്ച് ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോണം. ആ നന്ദി ശിവാനി എന്നും മാഡത്തിനോട് കാണിക്കുകയും ചെയ്യും. അയ്യോ, ഇനി നന്ദി ഒന്നും വേണ്ടായേ. കാണിച്ച നന്ദിയും കടപ്പാടും ഒക്കെ കൊണ്ട് തന്നെ തൃപ്തിയായിരിക്കുക ഞാൻ.